നമസ്കാരം. CPM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ പിണറായി വിജയൻ അടങ്ങുന്ന പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അന്ന് എടുത്തൊരു പാർട്ടി ഭരണഘടനാ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് നേതൃസമിതിയിൽ 75 വയസ്സ് കഴിഞ്ഞവരെ നിലനിർത്താൻ പാടില്ല എന്ന്. എന്നാൽ ഇപ്പോൾ മധുരയിൽ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചയിൽ ഇപ്പോൾ കേരള ഘടകത്തിൽ നിന്ന് 4 പേരെങ്കിലും കൂടാതെ ബംഗാൾ ഘടകത്തിൽ നിന്നും പാർട്ടിയിലെ നേതൃപദവിയിലെ 75 വയസ്സുള്ളവരെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ആ തീരുമാനം പുനഃപരിശോധിക്കണം. പാർട്ടിയുടെ ഭരണഘടനാപരമായ ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്നൊരു ആവശ്യം ഉണ്ടായിരിക്കുന്നു. അത് നാം ഇവിടെ പറയുമ്പോൾ 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ അന്ന് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടായിരുന്ന പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ആണ് ഇത്തരത്തിൽ 75 വയസ്സിന്റെ പ്രായപരിധി അന്ന് വെച്ചത്. അത് ചുരുക്കത്തിൽ പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയിൽ അന്ന് 75 വയസ്സിന്റെ പ്രായപരിധി വെച്ചത്. അതിനെതിരെ ഇപ്പോഴും ആലപ്പുഴയിൽ ജി സുധാകരൻ നിരവധി തവണ പ്രായം ഒരു പരിധി വെക്കരുത് എന്ന് പറഞ്ഞൊരു എതിർ ശബ്ദം സുധാകരൻ ഉന്നയിച്ചിരുന്നു. ഏതായാലും രാഷ്ട്രീയ അവലോകന ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 4 പേർ ഇത്തരത്തിൽ പ്രായപരിധിയുടെ ആവശ്യം, കേരള ഘടകത്തിലെ 4 പേരും ബംഗാളിൽ നിന്നും അത് ഒന്നുകൂടെ ആലോചിക്കണമെന്നും പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇത്തരത്തിൽ പ്രായപരിധിയുടെ മാനദണ്ഡം വയ്ക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 പേരാണ് പാർട്ടിയിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോകുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, മണിക് സർക്കാർ, സുഭാഷിണി അലി, ജി രാമകൃഷ്ണൻ എന്നിങ്ങനെ 7 പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോകുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇത്തരത്തിൽ നീണ്ട കാലത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ളവർ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പാർട്ടിയെ വല്ലാതെ ബാധിക്കും എന്ന ആശങ്കയും പാർട്ടിയിലെ CC-യിലുള്ളവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി അംഗത്വവും പാർട്ടിയിൽ ഇത്തരത്തിൽ ഈ പിരിഞ്ഞു പോകുന്നവരെ പാർട്ടിയുടെ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ മേൽഘടകത്തിൽ നിന്ന് പോകുന്നവരെ കീഴ്ഘടകത്തിലുള്ളവർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നും ഒക്കെയുള്ള ആക്ഷേപവും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി തന്നെ തനിക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തവരെ ഈ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ അന്ന് പിണറായി അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത സുധാകരനെ പോലെ, ഗുരുദാസനെ പോലെ ഇങ്ങനെ നിരവധി പേരെ 75 വയസ്സിന്റെ മാനദണ്ഡം ഉപയോഗിച്ച് വെട്ടിനിരപ്പാക്കാൻ അന്ന് ശ്രമിച്ച പിണറായിക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഈ പാർട്ടി സമ്മേളനത്തിൽ 75 വയസ്സ് മാനദണ്ഡം ഒരു കീറാമുട്ടിയാകുന്നത് കാലത്തിന്റെ കാവ്യനീതിയാകാം.